ബിജെപി അധ്യക്ഷ സ്ഥാനത്തേക്ക് നിതിൻ നബീൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റാരും പത്രിക നൽകാൻ സാധ്യതയില്ലാത്തതിനാൽ നിതിൻ നബീൻ പാർട്ടി അധ്യക്ഷനാകുമെന്ന് ഉറപ്പാണ്. നാളെയാകും ഔദ്യോഗിക പ്രഖ്യാപനം. രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, എന്തൊക്കെയാണ് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? ബിജെപി അധ്യക്ഷ സ്ഥാനത്ത് നിതിൻ നബീൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റാരും പത്രിക നൽകാൻ സാധ്യതയില്ലാത്തതിനാൽ നിതിൻ നബീൻ തന്നെ പാർട്ടി അധ്യക്ഷനാകാൻ ഉള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നാളെ ആയിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുശ്രീ, തലമുറ മാറ്റം സംഭവിക്കുകയാണ് ബി.ജെ.പിയിൽ. കാരണം ആരും പ്രതീക്ഷിക്കാത്തൊരു പേരായിരുന്നു നിതിൻ നബീൻ. അദ്ദേഹം ബീഹാറിൽ നിന്നുള്ള നേതാവാണ്. നിലവിൽ നിതീഷ് കുമാറിൻ്റെ സർക്കാരിൽ അടുത്തിടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. 5 തവണ MLA ആയിരുന്നു. 46 വയസ്സാണ് പ്രായം. തീർച്ചയായും അതൊരു ബി.ജെ.പിയിലെ തലമുറ മാറ്റം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം അമിത്ഷായ്ക്ക് പകരക്കാരനായി പിൻഗാമിയായാണ് JP നഡ്ഡ ബി.ജെ.പിയുടെ അധ്യക്ഷ പദവിയിൽ 2020 എത്തുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലാവധി 2023 അവസാനിപ്പിച്ചു. പിന്നീട് കാലാവധി നീട്ടി നൽകി. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന സമയമായിരുന്നു അത്. അതിനുശേഷം നഡ്ഡ മോദി സർക്കാരിൽ ആരോഗ്യമന്ത്രിയാവുകയും ചെയ്തു. തുടർന്ന് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് നീണ്ടുപോവുകയായിരുന്നു. ഏതായാലും അതിനിപ്പോൾ ഇന്ന് ഉത്തരമാവുകയാണ്. ഔദ്യോഗികമായ നടപടികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കാരണം നിതിൻ നബീൻ തന്നെ അധ്യക്ഷനാകുമെന്ന് ഉറപ്പാണ്. കാരണം മറ്റാരും പത്രിക നൽകാൻ സാധ്യത നിലവിലില്ല. അതുകൊണ്ട് തന്നെ നിതിൻ നബീൻ ഇന്ന് പത്രിക നൽകും. വൈകിട്ട് 2 മണി മുതൽ 4 മണി വരെയാണ് പത്രികാ സമർപ്പണം. പത്രിക പിൻവലിക്കാനുള്ള സമയവും ഇന്ന് തന്നെയാണ്. അപ്പോൾ ആ നടപടിക്രമം ഇന്ന് പൂർത്തിയാകും. നാളെ ഔദ്യോഗികമായി പ്രഖ്യാപനം വരും. ഏതായാലും പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തെ പിന്താങ്ങുകയും ചെയ്യും. അങ്ങനെ 46-കാരനായ നിതിൻ നബീൻ ബി.ജെ.പിയുടെ അധ്യക്ഷനാവുകയാണ്. ബി.ജെ.പിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനായ അദ്ദേഹം ആ പദവിയിലേക്ക് എത്തുകയാണ്. നേരത്തെ നിതിൻ ഗഡ്കരി 52 വയസ്സിലാണ് അദ്ദേഹം ബി.ജെ.പിയുടെ അധ്യക്ഷനാകുന്നതെങ്കിൽ 46-കാരനായ ബീഹാറിൽ നിന്നുള്ള നിതിൻ നബീൻ ഇപ്പോഴേതായാലും ആ പദവിയിലേക്ക് എത്തുകയാണ്. തീർച്ചയായും യുവാക്കളുടെ വോട്ടുകൾ കൂടി സമാഹരിക്കുക എന്ന ലക്ഷ്യമൊക്കെ തന്നെ ബി.ജെ.പിക്ക് ഇതിലുണ്ട്. ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിമാരുടെ ശരാശരി പ്രായം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 50 മുതൽ 55 വരെയാണ് പ്രായം. അപ്പോൾ അധ്യക്ഷൻ കൂടി അത്തരത്തിൽ ചെറുപ്പക്കാരനെ കൂടി ബി.ജെ.പി ആ പദവിയിലേക്ക് എത്തിക്കുകയാണ്. ഏതായാലും വലിയ വെല്ലുവിളികൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ കേരളത്തിലടക്കം നടക്കാനിരിക്കുന്നു. അതിൽ തന്നെ ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനം അസമാണ്. അവിടെ 10 വർഷമായി ബി.ജെ.പി ഭരിക്കുന്നു. അവിടെ ഭരണം നിലനിർത്തേണ്ടതുണ്ട്. കൂടാതെ ബംഗാളും തമിഴ്നാട്ടിലും വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ബി.ജെ.പി പങ്കുവെക്കുന്നതാണ്, അവകാശപ്പെടുന്നതാണ്. അവിടെ ഈ പറയുന്നത് പോലെ മുന്നേറ്റം നടത്തണം. അതിന് നിതിൻ നബീന് അത്തരം വെല്ലുവിളികളുണ്ട്. കേരളം വലിയ മുന്നേറ്റം നടത്തുമെന്ന് ബി.ജെ.പി അവകാശപ്പെടുന്നതാണ്. അങ്ങനെ വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പാർട്ടിയെ സജ്ജമാക്കുക എന്ന് തന്നെയാണ് നിതിൻ നബീന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ദൗത്യം. അനുശ്രീ, ശരി. രാകേഷാണ് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.